السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه واتباعه وأعوانه ومن والاه. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, ഇസ്ലാമിക് സെന്ററിന്റെയും സുന്നി സെന്ററിന്റെയും വിശിഷ്യ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഒക്കെ പ്രഗത്ഭരായ നേതാക്കന്മാർ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മോട് യാത്ര പറഞ്ഞതിൻ്റെ ആ ഒരു സങ്കടവും വേദനയൊക്കെ തളം കെട്ടി നിൽക്കുന്നൊരു സമയത്താണിത്. നമുക്ക് മരണം ആർക്കും തടുക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഖദാ എത്തുമ്പോൾ, ആ സമയമാകുമ്പോൾ അവർ ദുനിയാവിൽ നിന്ന് യാത്ര പോവാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ് പറയുക. ഒരു പണ്ഡിതന്റെ മരണം ഒരു ലോകത്തിന്റെ മരണമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തന്നെ യുർഫഉൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടുമെന്നതിന്റെ അടയാളം ബിഖബ്ദിൽ ഉലമ, അഗാധമായ അറിവുള്ള ആലിമീങ്ങളൊക്കെ പെട്ടെന്ന് മരിച്ചു പോവലാണ് അതിന്റെ അർത്ഥമെന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സൂചിപ്പിച്ച പോലെ തന്നെ ഉസ്താദിന്റെ അവസാന സമയം ഒന്ന് ദാറുൽ ഹുദയിൽ ദർസ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഉസ്താദിന് സംസാരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ്, തങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രയാസം കണ്ടപ്പോഴാണ്, അവിടെ നിന്നാണ് അസുഖത്തിൻ്റെ തുടക്കം. അതിൻ്റെ തൊട്ട് തലേ ദിവസം വെള്ളിയാഴ്ച നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ MD അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ ഒരു 500 ഉസ്താദുമാരും മുച്ചാലിമീങ്ങളും മാത്രമുള്ള ഒരു മൗലിദ് മജ്ലിസ് ഉണ്ടായിരുന്നു. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഉസ്താദുമാരും സയ്യിദന്മാരും മുത്തഅല്ലിമീങ്ങൾ മാത്രം. അവിടെയാണ് ആ ശനിയാഴ്ചയുടെ തൊട്ട് തലേ വെള്ളിയാഴ്ച ഉസ്താദ് ഉണ്ടായിരുന്നത്. ജുമുഅ കഴിഞ്ഞ് ആ മൗലിദ് സദസ്സിലൊക്കെ റാഹത്തിൽ ദുആ ചെയ്ത്, ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്ന പോലെ തന്നെ ആ ദുആയിൽ ഒന്നും ബാക്കി വെക്കാറില്ല, എല്ലാം ഉൾക്കൊള്ളുന്നൊരു ദുആയായിരിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സംസാരവും പ്രഭാഷണമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്നൊരു വാക്കൊന്നും ഉസ്താദ് പറയില്ല. ഞാൻ അവിടെ പോയി ഇവിടെ പോയി, അത് ഉസ്താദ് നേരെ വിഷയത്തിലേക്ക് കടക്കും. അതിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഇവിടെ വ്യക്തമായി അതിന്റെ നഖലുകളും ഹദീസും ഖുർആനും മാത്രം വെച്ച് ശരിയായ വിഷയാവതരണങ്ങൾ ഉസ്താദിന്റെ ഒരു പ്രത്യേകതയാണ്. ഫിഖ്ഹിന്റെ മസലകളൊക്കെ ഉസ്താദ് തന്നെ പറയാറുണ്ട്. പല സമയത്തും ഉസ്താദിന്റെ ജീവിതം അത്രയും സിമ്പിൾ ആയതുകൊണ്ട് ചിലപ്പോ തെങ്ങിൻ തോട്ടത്തിലൊക്കെ കൈക്കോട്ടെടുത്തിട്ട് മണ്ണ് കളക്കിനിടയിലൊക്കെ വന്ന് മസല ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോ ആ കൈക്കോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ പേപ്പർ വെച്ചിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് മസലകൾ. അത്രയും അഗാധ പാണ്ഡിത്യമായിരുന്നു. നഖലുകളും ഫിഖഹിന്റെ മസലകളൊക്കെ ഞങ്ങളെപ്പോലുള്ള ഉദവി വിദ്യാർത്ഥികളൊക്കെ ഉസ്താദിൽ നിന്നാണ് തുഫയും ബുഖാരിയും പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതിയത്. സബക്കിന് എത്ര നേരം വൈകിയാലും ഉസ്താദ് ക്ഷീണിച്ചാലും ദർസിനെത്തും. അത് ഉസ്താദിന്റെ നിർബന്ധമാണ്. രാവിലെ ഞങ്ങൾ കാണാറുള്ളത് റൂമിന്റെ ഒരു അരവാതിൽ തുറന്നു വെച്ച് ഇങ്ങനെ ദിക്റിലിരിക്കുന്നതാണ്. ബ്രേക്കിന്റെ സമയം, വിദ്യാർത്ഥികളൊക്കെ ഇറങ്ങിപ്പോകുന്ന സമയം ഉസ്താദ് തസ്ബീഹ് മാലയായിരിക്കും. ഇഷ്റാഖിന്റെ നിസ്കാരം, അതുപോലെ ദുഹാ നിസ്കാരം പതിവാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ ഉസ്താദ് മിനിമം 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തും. അത്രയും കൃത്യനിഷ്ഠ ഇൽമിന്റെ വിഷയത്തിൽ. ബഹുമാനപ്പെട്ടവരുടെ വാക്കുകൾ വലിയ ഓരോ അനുഭവങ്ങളും മസലകളായിരുന്നു. എല്ലാം പറയും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കൂടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തതിന്റെ ഫലമായി ശംസുൽ ഉലമ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മസല ഉണ്ടെങ്കിൽ കൊണ്ടോട്ടിയിലേക്ക് പോകണം എന്നാണ് പറയാം, ഉസ്താദിനെ പോയി കാണണം. അതുമാത്രമല്ല, സമസ്തയുടെ 70ാം വാർഷികം നടക്കുന്ന സമയത്ത് മഹാനായ ശംസുൽ ഉലമ അവറുകൾ വലിയ ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ, ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്, നീ ഇത് സ്വീകരിക്കണമേ. അങ്ങനെ ഒരിക്കലും ശംസുൽ ഉലമ ഒരു സമയത്തും ദുആ ചെയ്തിട്ടില്ലെന്നാണ്. അതൊരു വിടവാങ്ങലായിരുന്നു. ആ കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ബഹുമാനപ്പെട്ടവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ശംസുൽ ഉലമ നയിച്ച ബഹുമാനപ്പെട്ട സമസ്ത ആരാണ് കൊണ്ടു നടക്കേണ്ടത്, ആരാണിതിന്റെ പിൻഗാമി? കാരണം ക്ലെയിം ചെയ്യാൻ അവകാശികളായ ആളുകൾ വേറെയും പുറത്തു നിൽക്കുമ്പോൾ ഇതിന്റെ ശരിയായ അവകാശി ആരാണ് എന്ന് വ്യക്തമാക്കി തരാൻ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എഴുന്നേറ്റ് പോകുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ വന്ന് ഇരിക്കിൻ എന്ന് പറഞ്ഞ് സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ഉസ്താദിനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട ശംസുൽ ഉലമ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത് ബഹുമാനപ്പെട്ടവർ. അത് അവസാനത്തെ യാത്രയപ്പായിരുന്നു. ആ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ കയ്യിലേൽപ്പിച്ചുകൊണ്ടാണ് ശംസുൽ ഉലമ അവർ വഫാത്തായത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും സാത്വികരായ, ലാഭേച്ഛകളില്ലാത്ത, ഐഹിക മോഹങ്ങളില്ലാത്ത, വളരെ വിനയവും താഴ്മയുമുള്ള ഇത്തരം വലിയ പണ്ഡിതരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് അവർ മീഡിയകളൊന്നും വരാത്തത്. അവർക്കത് അറിയില്ല. അവർക്ക് അങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ അറിയില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് എന്തെങ്കിലും പത്രക്കാരവരൊക്കെ വരികയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കും, കുട്ടികളെ ഞാൻ പറഞ്ഞു കൊടുക്കണോ?
ഞാൻ എന്താ അവരോട് പറയേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഏത് ചെറിയ വിഷയത്തിൽ പോലും ഉസ്താദിന് പ്രകടനങ്ങൾ ഇഷ്ടമായിരുന്നില്ല. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ വിധി അജരെത്തിക്കഴിഞ്ഞാൽ അവർ പോവാണ്. പോകുന്ന സമയം പോലും ഇൽമിലാണ്, ദാറുൽ ഹുദയിൽ നിന്നാണ് പോകുന്നത്. അതന്നെ വലിയൊരു സൗഭാഗ്യമല്ലേ? ഇന്ന് രാവിലെ 11 മണി മുതൽ ഓരോ അരമണിക്കൂറും 30,000 ആളുകൾ വെച്ചിട്ടാണ് മയ്യിത്ത് നിസ്കരിച്ചത്. ദാറുൽ ഹുദയുടെ ഗ്രൗണ്ട് മൊത്തം ഓരോ അരമണിക്കൂറും മിനിമം 30,000 ആളുകൾ. അങ്ങനെ 5 മണി വരെ നീണ്ട മയ്യിത്ത് നിസ്കാരമാണ് ഇന്നവിടെ നടന്നത്. ഉസ്താദിനെ ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയുടെ ശില്പി കൂടിയായിരുന്ന മർഹൂം യുബാപ്പുട്ടി ഹാജിയുടെ തൊട്ടരികത്ത് ദാറുൽ ഹുദയുടെ പള്ളിമുറ്റത്ത് ആകെ 2 ഖബറേ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് ബാപ്പുട്ടി ഹാജി, ഒന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. അതൊരു വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. ബഹുമാനപ്പെട്ട സമസ്തക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കരുത്തരായ ഒരു ജനറൽ സെക്രട്ടറി, ഒരു നായകരെ അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഉമൂറനാ ബിഐദി ഖിയാരിനാ ഹത്താ യഖൂദനാ ഇലൽ ഖൈരി മൻ ഹുവ ഖൈറും മിന്നാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اغفر اللهم لنا ولوالدينا ولمشايخنا ولأساتذتنا ولسائر علماء سمسته كلهم أجمعين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.